ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് കമ്പനിയുടെ ഫസ്റ്റ് പ്രോബ്ലം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പ്രോബ്ലമാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്കറിയാം നമുക്ക് എത്ര ഷെഡ്യൂളുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്? 4 ഷെഡ്യൂൾസാണ് മെയിനായിട്ടുള്ളത്. 13, 14, 15 ആൻഡ് 16. അതിൽ 13 വരുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിങ് കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഒരു ബാങ്കിന് ഏതൊക്കെ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഒരു ബാങ്കിന് ഏതൊക്കെ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും? ലോണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള ഐറ്റത്തിൽ നിന്നാണ് അവർക്ക് പലിശ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടുന്ന പലിശകളാണ് 13 വരുന്നത്. അവർക്ക് കിട്ടുന്ന മറ്റുള്ള ഇൻകംസ് 14 വരും. അതുപോലെ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പലിശകളാണ് 15 വരുന്നത്. മറ്റ് എക്സ്പെൻസുകൾ വരുന്നത് 16 പിന്നെ 16 പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് അത് സെപ്പറേറ്റ് ആയിട്ട്, അതിന് ഷെഡ്യൂളൊന്നുമില്ല, അത് പ്രൊവിഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ കാണിക്കണം. അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് വൈശാലി ബാങ്ക് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2018. ഫസ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ അറിയാം, ലോണ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഇത് മൂന്നിൻ്റെയും നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ്, ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. ഇത് മൂന്നിലൂടെയും ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് മൂന്നും ഏതിൽ വരും? ഷെഡ്യൂൾ 13 വരും. അതുപോലെ അടുത്ത ഐറ്റം പറഞ്ഞേക്കണ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ആ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ +2 പഠിക്കുന്നതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നുണ്ട്, ക്രെഡിറ്റർ അവർക്ക് ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ പണം ആവശ്യമായി വരുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ബില്ലുകൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങിക്കും. ഇപ്പോൾ 1000 രൂപയുടെ ബില്ലാണെങ്കിൽ അവർക്ക് 900 രൂപയെ ബാങ്ക് കൊടുക്കുകയുള്ളൂ. 100 രൂപ ബാങ്കിൻ്റെ കമ്മീഷൻ പോലെ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു ചാർജ് പോലെ അവർ ഈടാക്കും. ആ ബിൽസ് ഡിസ്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതും ആരുടെ വരുമാനമാണ്? ബാങ്കിൻ്റെ വരുമാനമാണ്. അപ്പോൾ അതും ഏതിലാണ് വരുന്നത്? 13 വരുന്നത്. ദെൻ അടുത്തത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമ്മൾ ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എങ്കിൽ 2 റിബേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരും. ഓപ്പണിംഗ് റിബേറ്റും തരും, ക്ലോസിംഗ് റിബേറ്റും തരും. അപ്പോൾ ഓപ്പണിംഗ് റിബേറ്റും ക്ലോസിംഗ് റിബേറ്റും തരുകയാണെങ്കിൽ ഈ 13 പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ടോട്ടലിൻ്റെ ഒപ്പം ഓപ്പണിംഗ് റിബേറ്റ് ആഡ് ചെയ്യണം. ക്ലോസിംഗ് റിബേറ്റ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമുക്ക് എവിടെ മാത്രം എടുത്താൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് വരുന്നില്ല. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക്, നമ്മളൊക്കെ ഫിക്സഡ് ആയിട്ട് പൈസ ഇടുമ്പോൾ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് പലിശ തന്നതാണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, ഇതിന് മൂന്നിനും ബാങ്ക് പലിശ നമുക്ക് ഇങ്ങോട്ട് തരണം. ബാങ്കിന് ചിലവല്ലേ? അപ്പോൾ അതെന്തിൽ വരും? 15. അത് 15 വരും. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സും അതും എന്തിൽ വരും? 15 വരും. ദെൻ കമ്മീഷൻ അറിയാം നമുക്ക്. 14 ഏറ്റവും ആദ്യത്തെ ഐറ്റം എന്താണ്? ബാങ്കിന് കിട്ടുന്ന കമ്മീഷൻ. അത് അതർ ഇൻകത്തിൽ വരുന്നതാണ്. അത് 14 വരും. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, പ്രിൻറ്റിങ്, റെൻറ്റ്, ഡയറക്ടേഴ്സ് ഫീസ്, പോസ്റ്റേജ്, സൺട്രി ചാർജസ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും എക്സ്പെൻസുകളാണ്. ഈ എക്സ്പെൻസൊക്കെ എവിടെ വരും? സൺട്രി ചാർജ് വരെയുള്ള എക്സ്പെൻസ് 16 വരും. എന്നിട്ട് ഈ നമ്മൾ ആദ്യം ഓരോന്നും ഏതിലേക്ക് വരും എന്നുള്ളത് നോട്ടിഫൈ ചെയ്തതിന് ശേഷം ആ ഓരോ ഷെഡ്യൂൾ വരച്ച് ഈ എമൗണ്ടുകൾ അല്ലെങ്കിൽ ഈ ഐറ്റംസ് അതിനകത്ത് എഴുതി അതിൻ്റെ ടോട്ടലാണ് നമ്മൾ എവിടേക്ക് എടുത്തെഴുതേണ്ടത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മെയിൻ ഫോർമാറ്റിലേക്ക് എടുത്തെഴുതേണ്ടത്. പിന്നെ ഇവിടെ അവസാനം തന്നേക്കുന്ന ഒരു ഐറ്റമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, അതായത് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അതും നമ്മളെവിടെ കാണിക്കണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. ഇനി നോക്കുക, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷെഡ്യൂൾ എത്രയാണ്? ഷെഡ്യൂൾ 13 നമ്മളവിടെ അടയാളപ്പെടുത്തി വെച്ചിരുന്നു. എന്തൊക്കെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അതിൻ്റെയൊക്കെ എമൗണ്ടുകൾ നമ്മളിവിടെ എടുത്ത് എഴുതി, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു.
അടുത്ത എന്താണ്? കമ്മീഷൻ. ഈ ഒരു ഐറ്റം മാത്രമേ ഷെഡ്യൂൾ 14-ലുള്ളൂ. അപ്പോൾ ആ ഷെഡ്യൂൾ 14-ൽ ആ ഒരു ഐറ്റം എഴുതി അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ദെൻ അടുത്തത് 15. ഷെഡ്യൂൾ 15 ആണ്. ഷെഡ്യൂൾ 15 നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ്, കറണ്ട് അക്കൗണ്ട്, ബോറോയിങ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതും അതിൻ്റെ ടോട്ടൽ ഇവിടെ എടുത്തെഴുതി. എന്താണ്? ഓരോ ഐറ്റം എടുത്തെഴുതി അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്രിൻറ്റിങ്, റെൻറ്റ്, ഡയറക്ടറുടെ ഫീ, പോസ്റ്റേജ്, സൺട്രി ചാർജസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം എഴുതി അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഈ ടോട്ടൽസ് നമ്മൾ എവിടെ എടുത്തെഴുതും? ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ ഫോർമാറ്റിലേക്ക് എടുത്തെഴുതും. ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ ഫോർമാറ്റ് നിങ്ങളൊന്ന് നോക്കിയേ. ഇൻട്രസ്റ്റ് ഏൺഡ്. ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഏൺഡ്. നമ്മൾ അപ്പുറത്ത് ഷെഡ്യൂൾ 13-ൽ ടോട്ടൽ ചെയ്തു. എത്രയാണ്? 7,41,000. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് മെയിൻ ഫോർമാറ്റിലേക്ക് എടുത്തെഴുതി. അടുത്തത് അതർ ഇൻകം 40. അതും ടോട്ടൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇൻകത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണേ? വരുമാനത്തിൽ നിന്ന് എന്താണ്? എക്സ്പെൻസുകൾ, ചിലവുകൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കിട്ടും. ചിലവുകളാണ് കൂടി നിൽക്കണമെങ്കിൽ അത് നഷ്ടമായിരിക്കും. ചിലവുകൾ കുറഞ്ഞു നിന്നാൽ അത് ലാഭമായിരിക്കും. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്, അതിൻ്റെ ടോട്ടൽ എടുത്തെഴുതി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതിൻ്റെ ടോട്ടൽ എഴുതി. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിനെ കുറിച്ചിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് പ്രൊവിഷൻ ഫോർ ടാക്സോ ബാഡ് ഡെപ്റ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള തുകയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ അത് പറയാത്തത് കൊണ്ട് അവിടെ ഐറ്റം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ രണ്ടും ആഡ് ചെയ്തു. 5,50,000 ടോട്ടൽ എഴുതും. ഇനി എന്ത് ചെയ്യണം? 7,50,000-ൽ നിന്ന് 5,50,000 കുറച്ചു. നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടി? 2 ലക്ഷം. അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? ഒരു 1,32,000 നമുക്കിവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും കൂടി ഇവിടെ എടുത്ത് എഴുതി അത് ടോട്ടൽ ചെയ്തു. അപ്പം 3,32,000. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറയില്ല. എന്താണ്? ഒരു 25% കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് നമ്മളെപ്പോഴും മാറ്റിവെക്കണം. അപ്പോൾ ഇവിടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? 2 lakh ആണ്. 2 lakhൻ്റെ 25%. 2 lakhൻ്റെ 25% 50,000. ആ 50,000 എവിടേക്ക് മാറ്റി? സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക്. പിന്നെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവിലേക്ക് മാറ്റാൻ പറയും, ഡിവിഡൻഡ് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടുകളും കൂടി ഇവിടെ വരണം. അപ്പോൾ 3,32,000 2 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 50,000 റിസർവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 2,82,000 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക്, ബാലൻസ് ക്യാരി ഓവർ ടു ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കേണ്ടത്. അതായത് 3,32,000 50 കുറയ്ക്കണം. ഇനി ഇവിടെ 2 ഐറ്റം ഉണ്ടെങ്കിലോ അതും കൂടി കുറച്ചിട്ടുള്ള തുകയാണ് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വലിയ ടോട്ടലായിരിക്കും 2ൻ്റെ ടോട്ടലായിട്ട് എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം, P&L അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. താങ്ക് യു.